കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ പെരുമാളിൻ്റെ സന്നിധിയിൽ ഒരു മാസത്തോളം നീണ്ടുനിൽക്കുന്ന ഒരു മഹാതീർത്ഥാടനവും ഉത്സവവുമാണ്. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഉത്സവം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്ര ഉത്സവങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ചില പ്രധാന ചടങ്ങുകൾ നോക്കാം. കൊട്ടിയൂർ മഹോത്സവത്തിൻ്റെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ചടങ്ങുകളിൽ ഒന്നാണ് പ്രക്കൂഴം. ഉത്സവം ആരംഭിക്കുന്നത് പ്രക്കൂഴം ചടങ്ങുകളോടെയാണ്. അന്തർബലി എന്നും ഈ ചടങ്ങിന് പേരുണ്ട്. പ്രക്കൂഴം നടക്കുന്നത് അക്കരെ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിലുള്ള മണിത്തറ എന്ന സ്ഥലത്താണ്. ഇത് ദക്ഷയാഗം നടന്നുവെന്ന് വിശ്വസിക്കുന്ന പ്രധാന യാഗഭൂമിയാണ്. സാധാരണയായി ഇടവമാസത്തിലെ വിശാഖം നക്ഷത്രത്തിലാണ് പ്രക്കൂഴം ചടങ്ങ് നടക്കുന്നത്. ഈ ദിവസമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ തീയതികൾ കുറിക്കുന്ന മറ്റു പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഉത്സവത്തിൻ്റെ പ്രധാന ദിവസങ്ങൾ, ചടങ്ങുകൾ, അതത് ദിവസങ്ങളിലെ പൂജകൾ എന്നിവയുടെയെല്ലാം ഔദ്യോഗിക ക്രമീകരണം ഈ ചടങ്ങിൽ വെച്ചാണ് നടക്കുന്നത്. ഉത്സവവുമായി ബന്ധപ്പെട്ട വിവിധ അവകാശികൾക്ക് അതത് ദിവസങ്ങളിലെ ചുമതലകളെക്കുറിച്ചും ചടങ്ങുകളെക്കുറിച്ചും ഈ ചടങ്ങിൽ വെച്ച് അറിയിപ്പ് നൽകുന്നു. ഉത്സവത്തിൻ്റെ ചിട്ടയായ നടത്തിപ്പിന് ഇത് അത്യാവശ്യമാണ്. ഉത്സവത്തിനാവശ്യമായ വസ്തുക്കൾ ശേഖരിക്കുന്നതിനും അവ ശരിയായ രീതിയിൽ ദേവന് സമർപ്പിക്കുന്നതിനുമുള്ള പ്രാരംഭ ചടങ്ങുകൾ പ്രക്കൂഴത്തിൻ്റെ ഭാഗമാണ്. ഉത്സവം നടക്കുന്ന സ്ഥലത്തിൻ്റെയും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുടെയും ഒരു ആത്മീയ ശുദ്ധീകരണം കൂടിയാണ് ഈ ചടങ്ങിൽ കണക്കാക്കുന്നത്. ഈ ദിവസം തിരുവഞ്ചിറയിൽ വെച്ച് പ്രത്യേകം തയ്യാറാക്കിയ മണിത്തറയിൽ വെച്ച് പൂജകളും പ്രാർത്ഥനകളും നടക്കുന്നു. പ്രധാന പൂജാരിമാരും ക്ഷേത്രത്തിലെ മറ്റു ഉന്നത വ്യക്തികളും അവകാശികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. പ്രക്കൂഴം കഴിയുന്നതോടെ കൊട്ടിയൂർ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാവുകയും പിന്നീട് ഓരോ ദിവസത്തെയും പ്രത്യേക ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് നീരെഴുന്നള്ളത്ത്. ഈ ചടങ്ങ് ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയും ഉത്സവാരംഭത്തെ സൂചിപ്പിക്കുന്നതുമാണിത്. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പാണ് നീരെഴുന്നള്ളത്ത് നടക്കുന്നത്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നും സമുദായി ഭട്ടതിരിപ്പാടിൻ്റെയും പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ പാരമ്പര്യ ഊരാളന്മാരും മറ്റ് സ്ഥാനികരും ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഈ സംഘം ഒരു പാതയിലൂടെ നടന്ന് കൂവപ്പാടം എന്ന സ്ഥലത്തെത്തുന്നു. കൂവപ്പാടത്ത് നിന്നും കൂവയിലയിൽ തീർത്ഥം അഥവാ പുണ്യജലം ശേഖരിക്കുന്നു. ശേഖരിച്ച ഈ തീർത്ഥം അക്കരെ കൊട്ടിയൂരിലെ മൂലക്ഷേത്രമായ മണിത്തറയിൽ സ്വയംഭൂവായ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നു. ഈ ചടങ്ങ് കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുകയും ക്ഷേത്രത്തെയും പരിസരത്തെയും ശുദ്ധീകരിക്കുകയും ഉത്സവത്തിൻ്റെ പവിത്രത ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഈ ചടങ്ങിനു ശേഷമാണ് നെയ്യാട്ടം, ഭണ്ഡാരം, എഴുന്നള്ളത്ത് തുടങ്ങിയ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ചുരുക്കത്തിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളുടെയും ആരംഭത്തിൻ്റെയും ഭാഗമായുള്ള പുണ്യകർമ്മമാണ് നീരെഴുന്നള്ളത്ത്. നെയ്യാട്ടം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഈ ഉത്സവത്തിൽ ദക്ഷൻ്റെ ശിരസ്സറുത്തതിനു ശേഷം ശിവൻ കോപാകുലനായി ജട പറിച്ചിറങ്ങിയപ്പോൾ അത് നെയ്യായി മാറിയെന്നും ആ നെയ്യ് പിന്നീട് സ്വയംഭൂവായ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്തുവെന്നുമാണ് വിശ്വാസം. ഈ ഐതിഹ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നെയ്യാട്ടം. ഇടവമാസത്തിലെ ചോതിനാളിലാണ് നെയ്യാട്ടം നടത്തുന്നത്. ഇതാണ് ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളുടെ തുടക്കം. ഭക്തർ സമർപ്പിക്കുന്ന നെയ്യ് ക്ഷേത്രത്തിലെ സ്വയംഭൂവായ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് നെയ്യാട്ടം. ഇത് ഭഗവാന് സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. നെയ്യാട്ടത്തിൽ പങ്കെടുക്കുന്നത് അത്യധികം പുണ്യകരമായി ഭക്തർ വിശ്വസിക്കുന്നു. കൊട്ടിയൂർ മഹോത്സവത്തിലെ ഭണ്ഡാരം എഴുന്നള്ളത്ത് ഒരു പുരാതനവും പ്രാധാന്യമർഹിക്കുന്നതുമായ ചടങ്ങാണ്. ഇത് ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്ന പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ്. കൂടാതെ വിവിധ വിഭാഗം ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു കൂട്ടായ പ്രതീകം കൂടിയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത് കരിമ്പന ഗോപുരത്തിലെ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന പൂജാപാത്രങ്ങളും വിളക്കുകളും മറ്റ് വിശുദ്ധ വസ്തുക്കളും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി എത്തിക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളത്തിലൂടെയാണ്. ഈ ചടങ്ങ് ഉത്സവം ഔദ്യോഗികമായി ആരംഭിച്ചുവെന്ന് വിളംബരം ചെയ്യുന്നു.
ഈ എഴുന്നള്ളത്ത് കേവലം വസ്തുക്കൾ എത്തിക്കുന്ന ഒരു ചടങ്ങു മാത്രമല്ല, ഇത് പഴയകാലം മുതൽക്കേ നിലനിന്നു പോകുന്ന പരസ്പര സഹകരണത്തിൻ്റെയും ഒരുമയുടെയും അടയാളമാണ്. ഇവിടെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ചരിത്രപരമായ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന പൂജാ ചടങ്ങുകൾക്കും ഉത്സവ നടത്തിപ്പിനും ആവശ്യമായ ഈ വസ്തുക്കൾ സൂക്ഷിക്കുന്നതും അത് ഭക്തിപൂർവ്വം എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നതും എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിൻ്റെ ഭാഗമാണ്. ഭണ്ഡാരം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും അതിനുശേഷം ഈ വസ്തുക്കൾ ഭക്തിയോടെ ആചാരപരമായും പുഴ കടത്തി അക്കരെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നതും സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഉത്സവത്തിൽ അവരുടേതായ പങ്ക് നിർവഹിക്കാനുള്ള അവസരം നൽകുന്നു. ഇത് കൊട്ടിയൂർ മഹോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്. പലതരം ആളുകളും ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിനായി പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കുന്നു. ഈ ചടങ്ങ് ഉത്സവത്തിൻ്റെ തുടക്കത്തെയും പവിത്രതയെയും എല്ലാ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തത്തെയും സൂചിപ്പിക്കുന്നു. കൊട്ടിയൂർ മഹോത്സവം പോലെ പ്രകൃതിയോടിണങ്ങിയ ഒരു ഉത്സവത്തിൽ ഭണ്ഡാരം എഴുന്നള്ളപ്പ് പ്രകൃതിയുടെയും മനുഷ്യരുടെയും ആത്മീയാചാരങ്ങളുടെയും ഒരു സംഗമ ഭൂമിക്ക് തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്.